റിയൽ വുഡ് വർക്കിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അനേകർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഓൺലൈനായിട്ട് പലപ്പോഴും ചില വുഡിൻ്റെ ചില ഐറ്റംസുകളൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിക്കാറുണ്ട്. അതിൽ പ്രത്യേകിച്ച് നമ്മൾ ഷൂ റാക്ക് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ച് കഴിയുമ്പോഴേക്കും ഇതെങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്കെപ്പോഴും ഒരു വിഷയമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു ഷൂ റാക്ക് ഞങ്ങൾ സെറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അത് നിങ്ങൾ വീഡിയോ ശ്രദ്ധയോടെ തന്നെ കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ സബ്സ്ക്രൈബ് ബട്ടണിൽ നിങ്ങൾ വിരലമർത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ബെൽ ബട്ടൺ വരും. ആ ബെൽ ബട്ടണിലും ഒന്ന് വിരലമർത്തുക. അപ്പോൾ ഞങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഈ ഷെൽഫ് ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കമ്പനി തരുന്ന ഒരു ഐറ്റംസുകളാണ്. ഇതെല്ലാം നമ്മൾ ഓരോ സ്ഥലത്ത് കറക്റ്റായിട്ട് തന്നെ സെറ്റ് ചെയ്യണം. അതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതാണ് അതിൻ്റെ ബേസ്, ഷെൽഫിൻ്റെ അടിഭാഗം. ഇപ്പോൾ കാണുന്നത് ഷെൽഫിൻ്റെ ഒരു വശമാണ്. അതായത് ഷെൽഫിന് ഫേസ് നമ്മൾ ഫേസ് ടു ഫേസ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ വരുന്നത് ഇത് റൈറ്റ് സൈഡിൽ വരുന്നതാണ്. അതിൻ്റെ മോൾ ഭാഗമാണ് ഈ കാണുന്നത്. മോൾ ഭാഗത്ത് ഇതുപോലെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ നമ്മളത് സെറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിട്ട് തന്നെ നിങ്ങളെ കാണിക്കുന്നത്. ഇതിൻ്റെ ഹോളുകളിലെല്ലാം അത് ഫിറ്റ് ചെയ്യേണ്ട ഓരോ ഐറ്റംസുകൾ ഞാൻ ഫിറ്റ് ചെയ്തിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇത് നോക്കി തന്നെ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഫിറ്റ് ചെയ്തിരുന്ന ഒരു ജോയിൻ പിന്നെ ഞാൻ ഊരിയെടുത്താണ്. ഇതുണ്ട് ഇതിൻ്റെ മോള് അടിവശമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അടിവശത്ത് 4 ഹോളുണ്ട്. ഇതുപോലെ തന്നെ 4 ഹോള് മുകളിലുണ്ട്. അവിടെ എല്ലാം ഓരോ ഐറ്റംസ് ഫിറ്റ് ചെയ്യാനായിട്ട് കമ്പനി തന്നിരിക്കുന്ന നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടതാണ്. ഇത് അതിൻ്റെ മറ്റു വശമാണ്. ഇത് ലെഫ്റ്റ് സൈഡാണ്. ഇപ്പോൾ കാണുന്നത് അതിൻ്റെ സെൻറ്ററിലൊരു തട്ടുണ്ട്. ആ സെൻറ്റർ തട്ടാണിത്. ഇപ്പോൾ ആ കാണിക്കുന്ന ഹോള്, ഈ ഹോളിലാണ് ഇതിൻ്റെ ഡോറിൻ്റെ ഇഞ്ചസ് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഹോളാണത്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അത് ആ ഹോള് ഉള്ള ഭാഗം തട്ടിൻ്റെ മുകൾ വശമായിട്ട് വരണം. അത് ശ്രദ്ധിക്കണം. അത് എനിക്ക് വീഡിയോ കണ്ടുവരുമ്പോഴേക്കും മനസ്സിലാവും. ഇതതിൻ്റെ ബേക്ക് 2 പീസ് ഉണ്ട്. പുറകുവശത്ത് 2 പീസ് വരുന്നുണ്ട്. ഉണ്ട്, ഇത് രണ്ടാമത്തെ പീസ്. ഇത് സെൻട്രലിലത്തെ ഒരു തട്ടാണ്. ഈ തട്ട് ചരിവിലാണ് വരുന്നത്. ഇത് നിങ്ങൾ ഫിറ്റ് ചെയ്ത് വരുമ്പോഴേക്കും മനസ്സിലാവും ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. വീഡിയോയിൽ അതെല്ലാം കാണിക്കുന്നുണ്ട്. 2 തട്ടുണ്ട്. രണ്ടാമത്തെ തട്ടാണ് ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് രണ്ടും ഇപ്പോൾ വെച്ചാൽ 2 പീസും ഡോറാണ്. ഇപ്പോൾ ആ നോബ് പിടിപ്പിക്കേണ്ട ഹോളാണത്. കണ്ട, ഇത് കമ്പനിൻ്റെ ബാർകോഡ് ഉണ്ട്. ബാർകോഡ് നോക്കി വേണം അത് ഫിറ്റ് ചെയ്യാനായിട്ട്. കണ്ട, ഇത് മറ്റേ ഡോറിൻ്റെ ഇഞ്ചസിൻ്റെ ഭാഗമാണത്. ഇപ്പോൾ ഞാൻ കാണിച്ചത് നോബ് വരുന്നതാണ്. കണ്ട, ഡോറിൽ 2 വശം നോബുണ്ട്. ആ നോബിൻ്റെ ഹോളാണത്. ഇതിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ തുടങ്ങിന് ജോയിൻ പിന്നാണത് വുഡിൻ്റെ. അവിടെ 4 ഹോൾ ഉണ്ടെങ്കിലും 2 സ്ഥലത്ത്, സെൻറ്ററിൽ 2 സ്ഥലത്ത് മാത്രമേ വുഡിൻ്റെ ജോയിൻ പിന്ന് പിടിപ്പിച്ചിട്ടുള്ളൂ. കണ്ട, ഇപ്പോൾ ആ ബേസിൽ നമ്മൾ ജോയിൻ പിന്നിൻ്റെ മുകളിൽ അത് 1 സൈഡ് സെറ്റ് ചെയ്ത് ഇപ്പോൾ എടുത്തിരിക്കുന്ന പീസ് ഷെൽഫിൻ്റെ സെൻറ്ററിൽ ഒരു തട്ടുണ്ട്. ആ തട്ടാണ്. ഇപ്പോൾ ആ വിരലുകൊണ്ട് കാണിക്കുന്ന ഭാഗത്ത് 2 ചെറിയ ഹോളുണ്ട്. ആ ഹോളിലാണ് നമ്മൾ ഡോറ് ഫിറ്റ് ചെയ്യുന്നത്. ഡോറിൻ്റെ ഇഞ്ചസിൻ്റെ പിന്ന് വരുന്ന ഹോളാണത്. ഇഞ്ചസ് എന്ന് വെച്ചാൽ ചെറിയൊരു പിന്നാണത്. ആ ഹോളിലാണ് ആ പിന്നിട്ടിട്ടാണ് ഡോർ ഫിറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ആ ജോയിൻ പിന്ന്, വുഡിൻ്റെ ജോയിൻ പിന്ന്
ആ സൈഡിലത്തെ പീസിൽ നമ്മൾ കൊടുത്തിട്ട് നമ്മൾ അത് ബേസിൽ സെറ്റ് ചെയ്യണേ. കണ്ടോ, നിങ്ങൾ വീഡിയോയിൽ കാണാൻ കഴിയും ഫിറ്റ് ചെയ്യുമ്പോൾ. കണ്ടോ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വൺ സൈഡ് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇപ്പുറ സൈഡ് പിടിപ്പിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ തട്ടും കൂടി സെറ്റ് ചെയ്യേണ്ട, ഒരുമിച്ച് സെറ്റ് ചെയ്യേണ്ടതാണത്. ഇപ്പോൾ നമ്മൾ ഇടുന്നത് ബാക്കിലത്തെ ഷീറ്റാണ്. അതിൻ്റെ മുകളിൽ ജോയിൻറ്റ് പിൻ പിടിപ്പിക്കുകയാണ്, റൈറ്റ് ലെഫ്റ്റും. ഇപ്പോൾ നമ്മൾ അത്ര നിർത്തി കഴിഞ്ഞിട്ട് ഇനി ഈ നേരത്തെ ആ സെൻറ്ററിൽ പിടിപ്പിച്ച തട്ട് 4 ഹോൾ ഉണ്ടായിരുന്നു. നേരത്തെ നമ്മൾ വുഡിൻ്റെ ജോയിൻറ്റ് പിന്ന് 2 കൊടുത്തത്. ഇനി 2 ഹോൾ അപ്പുറത്തും ഇപ്പുറത്തുള്ള സ്ഥലത്ത് സ്ക്രൂ ഉണ്ട്, കമ്പനി തന്നിരിക്കുന്ന സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ ഇങ്ങനെ ഇതുപോലെ നമ്മളത് ഫിറ്റ് ചെയ്യണം. അപ്പോഴാണ് ശരിക്കും സ്ട്രോങ് ആവുന്നത്. അല്ലെങ്കിൽ വെച്ചിട്ട് അതുപോലെ തന്നെ നമുക്ക് ബേസിൽ നിന്ന് ആ സൈഡിൽ ആ ഷീറ്റുമായിട്ടും ഇതുപോലെ തന്നെ അല്ലെങ്കിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാനായിട്ടുള്ള 4 സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ ആണ് ഇപ്പോൾ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കെല്ലാം ഷെയർ ചെയ്യണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഓൺലൈനിൽ ഷെൽഫും മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് ഈ വീഡിയോ വളരെ ഒരു ഉപകാരപ്രദമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഇതിൻ്റെ മോൾ ഭാഗത്ത് വരുന്ന ഒരു ഫിറ്റിങ്സിൻ്റെ ഒരു ഐറ്റമാണ്. മുകളിലത്തെ ആ ടോപ്പ് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഐറ്റമാണ്. ഇത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കണ്ടോ, ഞാനീ കാണിക്കും പോലെയാണ് ഇതിൻ്റെ ലോക്കാണത്. ലോക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അത് ലോക്കാകണം. അതിന് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ ശ്രദ്ധയോടെ നിങ്ങൾ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു മെക്കാനിസം ഉണ്ടോ, ഇതിന് മുകളിലൊരു ആരോ മാർക്ക് ഉണ്ട്. ഉണ്ട് ആരോ മാർക്ക്. ഈ ആരോ മാർക്ക് മുകളിലായിട്ട് ഈ ഹോളിലേക്ക് നമ്മളത് സൂട്ടാക്കണം. കണ്ടോ, അതിലേക്ക് നമ്മൾ കയറ്റണം. ആരോ മാർക്ക് മുകളിലാണ്. എന്നിട്ട് ഈ പിന്ന് മുകളിൽ കൂടി താഴത്തേക്ക് ഇതുപോലെ ഇറക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് പയ്യത്തിരിക്കുക. അപ്പോൾ അത് ലോക്കായി. ഓക്കെ, ഇതുപോലെ 4 എണ്ണം ഉണ്ട്. അതായത് റൈറ്റിലെയും ലെഫ്റ്റിലെയും ഈ 2 എണ്ണം വെച്ചിട്ട്. കണ്ടോ, ഇവിടെ ഈ ഭാഗത്ത് വരുന്നത് റൈറ്റ് സൈഡിലേക്കാണ്. ഇത് 4 കാണിക്കുന്നത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിത് അഴിച്ചെടുക്കും. ഇത് കണ്ടോ, ആ പിന്നെ മാത്രം നമ്മൾ അഴിച്ചെടുത്തു. മറ്റേ മെക്കാനിക്സ് അതിൻ്റെ ഉള്ളിലുണ്ട്. സൈഡിലെ പീസിലാണ് ആ മെക്കാനിക്സ് ഇരിക്കുന്നത്. നമ്മൾ അത് അഴിച്ചെടുത്ത് ആ പിന്നെ അഴിച്ചെടുത്തിട്ട് നമ്മൾ ടോപ്പിലത്തെ പീസിൻ്റെ ഈ കാണുന്ന അറ്റത്തുള്ള ഹോളിൽ അത് ഇതുപോലെ നമ്മളത് പിരിച്ച് കയറ്റണം. അത് സ്ക്രൂ ഡ്രൈവറിനെ ടൈറ്റ് ചെയ്യണം. എന്നിട്ട് കണ്ടോ, ഇതുപോലെ അത് ഫിറ്റ് ചെയ്യുക. ഇനി നമ്മൾ ടോപ്പ് അത് പിടിപ്പിക്കുന്ന മുമ്പ് തന്നെ ടോപ്പിൽ തന്നെയാണ് ഇപ്പം നമ്മൾ വേറൊരു ഐറ്റം ഫിറ്റ് ചെയ്യുന്നത്. ഇത് ടോപ്പ് നമ്മൾ ആദ്യം ഷെൽഫിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞതൊക്കെ പിടിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ടോപ്പ് ഷെൽഫിൽ പിടിപ്പിക്കുന്ന മുമ്പ് നമ്മൾ ചെയ്യേണ്ടതാണ്. അതിന് തൊട്ടരിയിൽ തന്നെ പിടിപ്പിക്കുന്നത്
ഇത് മാഗ്നറ്റ് ക്യാച്ചാണ്. ആദ്യം നമ്മൾ പിടിപ്പിച്ച ഒരു സ്റ്റോപ്പറാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ ഇതൊക്കെ എവിടെ പിടിപ്പിക്കേണ്ടതെന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. ആ ഷീറ്റിൽ തന്നെ അത് പിടിപ്പിക്കാനായിട്ടുള്ള പോയിൻ്റ് എല്ലാം ഇട്ടിട്ടുണ്ട്. ആ പോയിൻ്റ് അനുസരിച്ച് നമ്മൾ സ്ക്രൂ ചെയ്ത് കൊടുത്താൽ ഐറ്റംസ് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ വെച്ചത് ഉള്ളിലത്തെ തട്ടാണ്. ഈ തട്ട് നമുക്ക് ജസ്റ്റ് വെറുതെ വെച്ച് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ആ ഉള്ളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ആ നോബയിലേക്ക് ഇത് ജസ്റ്റ് ഇതുപോലെ വെക്കുക. അത് ചരിഞ്ഞിരിക്കുള്ളൂ. ഷൂറാക്കായതുകൊണ്ട് അത് ചരിഞ്ഞിരിക്കുള്ളൂ ആ 2 തട്ട്. കണ്ട, ഇതാണ് ഡോറ്. ആ ഡോറിൻ്റെ ഇഞ്ചസ് എന്ന് പറഞ്ഞൊരു പിന്നാണത്. കണ്ട, താഴത്തെ തട്ടയിലും മുകളിലത്തെ തട്ടയിലുമായിട്ട് അത് ലോക്കാവുന്ന ടൈപ്പ് ഒരു പിന്നാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ആ പിന്നെ ആ ഹോളിൽ അവിടെ ഹോളുണ്ട്. ആ ഹോളിലേക്ക് അത് ജസ്റ്റ് വെച്ചാൽ മതി. എന്നിട്ട് അതിന് ശേഷം ഇതുപോലെ നമ്മൾ ടോപ്പും എടുത്ത് സെറ്റ് ചെയ്യുക. ടോപ്പ് സെറ്റ് ചെയ്യുമ്പോൾ 2 സൈഡും സൈഡിൽ കൊടുത്തിരിക്കുന്ന ജോയിൻ പിന്നും അതായിട്ട് കറക്റ്റ് ചെയ്ത് നമ്മളത് ഇതുപോലെ നമ്മൾ പ്രസ് ചെയ്ത് കയറ്റണം. അപ്പോൾ തന്നെ ഡോറിൻ്റെ ഇഞ്ചസ് ആയിട്ട് ഉപയോഗിക്കുന്ന ആ നോബും കൂടി നമ്മളത് കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം അത് പ്രസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ പിടിപ്പിക്കുന്ന ഡോറിൻ്റെ തന്നെ ഒരു സ്റ്റോപ്പറാണ്. അതായത് 2 ഡോറും തമ്മിൽ ലെവലായിട്ട് അടഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോപ്പറാണ്. ഇത് നോബ്. അതിനെല്ലാ ഹോളുണ്ട്. ആ ഹോളിലേക്ക് നോബ് സെറ്റ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ 2ാമത്തെ നോബ്. ഇപ്പോൾ നമ്മൾ പിടിപ്പിക്കുന്നത് ആ മാഗ്നറ്റ് ക്യാച്ച് നമ്മൾ നേരത്തെ അപ്പുറത്ത് ടോപ്പിലെ തട്ടയിൽ ഒരു വശം പിടിപ്പിച്ചു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗം അതിൽ നിന്ന് എടുത്തിട്ട് നമ്മളിപ്പോൾ ഈ ഡോറെ പിടിപ്പിക്കുക. ഈ ഡോറ് ചെന്ന് കഴിയുമ്പോഴേക്കും ആ മാഗ്നറ്റ് ക്യാച്ച് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ വളരെ ഉപകാരമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കെല്ലാം ഷെയർ ചെയ്യുക. അപ്പോൾ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയേക്കുക. ഇനിയും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.